ഹലോ, പെറ്റോറിയിൽ നിന്നാണ്. അതായത് നമ്മുടെ ഡോഗ്സിൻ്റെ സ്കിന്ന് കോട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ അവരുടെ ബോഡി സ്ട്രക്ചർ, അതായത് അവരുടെ ബോൺ സ്ട്രക്ചറൊക്കെ നല്ല ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബാലൻസ്ഡ് ആയ ഡയറ്റ് വേണം. ഡയറ്റിൽ നമ്മൾ പറയുമ്പോൾ പല ടൈപ്പ് ഡയറ്റ് ഉണ്ട്. നമ്മുടെ റോ ഡയറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുക്ക്ഡ് ഡയറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പാക്കറ്റ് ഫുഡും വരുന്നുണ്ട്. അതിൽ റോ ഡയറ്റ്സിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാനിന്ന് പറയാം. ഈ റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ബ്രീഡേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോഴ്സ് ചെയ്യുന്ന സ്ഥലം, അതായത് നമ്മൾ ഈ വാങ്ങിക്കുന്ന മീറ്റ് എവിടെ നിന്നാണ് വരുന്നത്, ക്ലീൻ ആയിട്ടാണോ അത് കീപ്പ് ചെയ്തിരുന്നത്, ഒരു 45 hours ഫ്രീസ് ചെയ്തതായിരിക്കണം നമ്മുടെ ഈ മീറ്റ്. അതുപോലെ തന്നെ അതിൽ സാൽമണേല പോലത്തെ ബാക്ടീരിയ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതല. അപ്പോൾ എപ്പോഴും അത് ക്ലീൻ ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ നിന്ന് സോഴ്സ് ചെയ്ത ഫുഡുകളായിരിക്കണം. റോ ഡയറ്റിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോ ഡയറ്റ് ശരിക്കും ഇവരൊരു നാച്ചുറൽ ഡയറ്റ് ഫോമിനെ പോലെയാണ്. അതായത് ഓർഗൻ മീറ്റ് ഫ്രഷ് ആയിട്ടുള്ളത്, ഇവർക്ക് ശരിക്കും ബോഡിയുടെ സ്ട്രെങ്ത്ത്, അതുപോലെ നല്ലതായിട്ട് മസിൽ ഗ്രോത്തിന് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം. അതുപോലെ തന്നെ റോ ഡയറ്റിന് കുറേ ദോഷങ്ങളുമുണ്ട്. അത് കറക്റ്റായിട്ട് നമുക്ക് സോഴ്സ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അകത്ത് വേംസിൻ്റെ ഇഷ്യൂസ്, അതായത് നമുക്ക് ടേപ്പ് വേം, അതുപോലെ തന്നെ ബാക്ടീരിയ, സാൽമണോല പോലത്തെ ബാക്ടീരിയ ഗ്രോ ചെയ്യാൻ ഏറ്റവും വലിയ ഗ്രൗണ്ടാണ് റോ മീറ്റ്. കറക്റ്റായിട്ട് ഫ്രീസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് നിന്ന് സോഴ്സ് ചെയ്ത മീറ്റ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ റോ ഡയറ്റിൽ.